കുട്ടികളെ, ഇന്നലെ നമ്മൾ രണ്ട് ടൈപ്പ് ഡൈഇലക്ട്രിക്കിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. പോളാർ ഡൈഇലക്ട്രിക്കും നോൺ പോളാർ ഡൈഇലക്ട്രിക്കും. ഇന്ന് ഒരു ഡൈഇലക്ട്രിക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വച്ചാൽ എങ്ങനെയായിരിക്കും അതിന്റെ ബിഹേവിയർ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുക. ഒരു ഡൈഇലക്ട്രിക്കിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. ഇത് ഒരു പ്ലേറ്റ്, പോസിറ്റീവ് പ്ലേറ്റ് എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്ലേറ്റ്, ബി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്ലേറ്റ്. അതായത് രണ്ട് പാരലൽ പ്ലേറ്റുകൾ എടുത്തിട്ട് അതിന്റെ എ എന്ന് പറയുന്ന പ്ലേറ്റിനെ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ടും ബി എന്ന് പറയുന്ന പ്ലേറ്റിനെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും നമ്മൾ കണക്ട് ചെയ്തു. ഈ പ്ലേറ്റുകൾക്കിടയിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഉണ്ടാവും. ആ ഇ എത്രയാണെന്ന് കോസസ് തിയറം വഴി നമ്മൾ കണ്ടുപിടിച്ചു. എയിലെയും ബി എയിലെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മയും മൈനസ് സിഗ്മയും ആണെങ്കിൽ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എയ്ക്കും ബിക്കും ഇടയ്ക്കുണ്ട്. അതിനിടയിലേക്ക് നമ്മൾ ഒരു ഡൈഇലക്ട്രിക്കിനെ കൊണ്ടുവെക്കുന്നു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ആ ഇലക്ട്രിക് ഫീൽഡുള്ള സ്പേസിലേക്ക് ഒരു ഡൈഇലക്ട്രിക്കിനെ നമ്മൾ കൊണ്ടുവെക്കുന്നു. ഡൈഇലക്ട്രിക്ക് ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ അതിന്റെ മോളിക്യൂൾസിലെ ചാർജ് സെന്റേഴ്സ് മൈനസ് പ്ലസ് അങ്ങനെ ഡൈപോൾ ആയിട്ട് മാറും. ഇങ്ങനെ ചാർജ് സെന്റേഴ്സ് സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുക. ചാർജ് സെന്റേഴ്സ് സെപ്പറേറ്റ് ചെയ്യുന്നതിന് പോളറൈസേഷൻ എന്ന് പറയും. ആ പോളറൈസേഷനെ സൂചിപ്പിക്കുന്ന വെക്ടറാണ് ഇലക്ട്രിക് പോളറൈസേഷൻ വെക്ടർ. ഇലക്ട്രിക് പോളറൈസേഷൻ വെക്ടർ. അപ്പോൾ ഒരു ഡൈഇലക്ട്രിക്കിനെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ അതിന്റെ ചാർജ് സെന്റേഴ്സ് സെപ്പറേറ്റ് ചെയ്യും. നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് സെന്റേഴ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും. ആ മെറ്റീരിയലിന് ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് കിട്ടും. അതുവഴി അതിന് പോളറൈസേഷൻ സംഭവിക്കും. അങ്ങനെ പോളറൈസേഷൻ സംഭവിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഇലക്ട്രിക് പോളറൈസേഷൻ വെക്ടറാണ് പി. ആ ഇലക്ട്രിക് പോളറൈസേഷൻ വെക്ടർ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇയുടെ അതേ ദിശയിലാണ്. ഇങ്ങനെ പോളറൈസേഷൻ സംഭവിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇങ്ങനെ പോളറൈസേഷൻ സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് നോക്കാം. ആ ഡൈഇലക്ട്രിക്കിനകത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഈ മഞ്ഞ ഹൈലൈറ്റ് ചെയ്തേക്കുന്നിടത്ത് ഒരു പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്. ഈ പോസിറ്റീവും ഈ നെഗറ്റീവും തമ്മിൽ ബൗണ്ടാണ്. അത് അട്രാക്ട് ചെയ്ത് അങ്ങനെ നിൽക്കും. അതിന് മൂവ്മെന്റിനുള്ള കഴിവില്ല. ഇതിനെ അട്രാക്ട് ചെയ്ത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കും. ഈ പോസിറ്റീവും ഈ നെഗറ്റീവും അത് രണ്ടും ബൗണ്ടാണ്. രണ്ടും പരസ്പരം അട്രാക്ട് ചെയ്ത് അവിടെ നിൽക്കും. ഈ പ്ലസും ഈ മൈനസും ഇത് രണ്ടും ബൗണ്ടാണ്. അത് രണ്ടും അട്രാക്ട് ചെയ്ത് അവിടെ നിൽക്കും. അങ്ങനെ വരുമ്പോൾ ഡൈഇലക്ട്രിക്കിന്റെ പോസിറ്റീവ് പ്ലേറ്റിന് അടുത്ത് വരുന്ന എൻഡില്, ഡൈഇലക്ട്രിക്കിന്റെ പോസിറ്റീവ് പ്ലേറ്റിന് അടുത്ത് വരുന്ന എൻഡില് ഒരു നെഗറ്റീവ് ചാർജ് വരും. ഡൈഇലക്ട്രിക്കിന്റെ നെഗറ്റീവ് പ്ലേറ്റിന് അടുത്ത് വരുന്ന ഭാഗത്ത് ഒരു പോസിറ്റീവ് ചാർജ് വരും. ബാക്കിയുള്ള ചാർജുകളൊക്കെ ബൗണ്ടായിട്ട് ക്യാൻസൽ ആയി പോകും. ഇഫക്റ്റ് ക്യാൻസൽ ആയി പോകും. ഈ പോസിറ്റീവും ഈ നെഗറ്റീവും ഇവിടെ ബൗണ്ടായിട്ട് മാറും. പരസ്പരം അട്രാക്ട് ചെയ്ത് നിൽക്കും. ഒരിടത്തോട്ടും മൂവ് ചെയ്യത്തില്ല. ഈ പോസിറ്റീവ് ഈ നെഗറ്റീവ് ബൗണ്ടായിട്ട് നിൽക്കും. ഈ പോസിറ്റീവും ഈ നെഗറ്റീവും ബൗണ്ടായിട്ട് നിൽക്കും. അങ്ങനെ അകത്തുള്ള ചാർജുകളൊക്കെ ബൗണ്ടായിട്ട് നിൽക്കും. ഏറ്റവും അറ്റത്തുള്ള ചാർജുകൾ, പോസിറ്റീവ് പ്ലേറ്റിനടുത്തുള്ള നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് പ്ലേറ്റിനടുത്തുള്ള പോസിറ്റീവ് ചാർജും ഫ്രീ ആയിട്ട് നിൽക്കും. ഫ്രീ ചാർജ് ആയിട്ട് നിൽക്കും. അപ്പോൾ പോളറൈസേഷൻ വഴി ഡൈഇലക്ട്രിക്കിനുള്ളിൽ ബൗണ്ട് ചാർജ്, ഡൈഇലക്ട്രിക്കിന്റെ അറ്റത്ത് ഫ്രീ ചാർജും ഉണ്ടാകും.
അകത്തുള്ള ചാർജുകൾ പരസ്പരം ഇഫക്റ്റ് ക്യാൻസൽ ചെയ്ത് ബൗണ്ട് ചാർജസ് ആയിട്ട് മാറും. ഒരു പ്ലസും ഒരു മൈനസും, ഒരു പ്ലസും ഒരു മൈനസും, ഒരു പ്ലസും ഒരു മൈനസും, അങ്ങനെ ഒരറ്റത്ത് മുഴുവൻ നെഗറ്റീവും ബാറ്ററിയുടെ പോസിറ്റീവിനോട് ചേർന്ന് കിടക്കുന്ന അറ്റത്ത് മൊത്തം നെഗറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ പോസിറ്റീവും ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ചാർജ് ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്ന കാരണം അതിന്റെ നെഗറ്റീവ് പ്ലേറ്റിനോട് അടുത്ത് വരുന്ന ഭാഗത്ത് ഒരു മൈനസ് സിഗ്മ പിയും, ഡൈലക്ട്രിക്കിന്റെ നെഗറ്റീവ് പ്ലേറ്റിനോട് അടുത്ത് വരുന്ന ഭാഗത്ത് ഒരു മൈനസ് സിഗ്മ പിയും, പോസിറ്റീവ് പ്ലേറ്റിനോട് അടുത്ത് വരുന്ന ഭാഗത്ത് ഒരു പ്ലസ് സിഗ്മ പി ചാർജും ഉണ്ടാകും. ഈ നെഗറ്റീവ് ഭാഗത്ത് ഒരു മൈനസ് സിഗ്മ പി, പോസിറ്റീവ് പ്ലേറ്റിനോട് ചേർന്ന് ഒരു ലെയർ നെഗറ്റീവ് ചാർജ് ഉണ്ടാകും, അതാണ് മൈനസ് സിഗ്മ പി. നെഗറ്റീവ് പ്ലേറ്റിനോട് ചേർന്ന് ഒരു ലെയർ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും, മൈനസ് സിഗ്മ പിയും പ്ലസ് സിഗ്മ പിയും. ഇത് കാരണം ഡൈലക്ട്രിക്കിൽ തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ചാർജുകൾ, ഫ്രീ ചാർജുകൾ ഡൈലക്ട്രിക്കിന്റെ രണ്ട് എൻഡിലും നിൽക്കുന്ന കാരണം ഡൈലക്ട്രിക്കിൽ തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അത് പോളറൈസേഷൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അതിനെയാണ് നമ്മൾ EP എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ നിങ്ങൾക്കറിയാം. ഡൈലക്ട്രിക്കിനുള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ മതി. നമ്മൾ ഇതിനകത്ത് ഈ ഡൈലക്ട്രിക്കിനകത്ത് എവിടെയെങ്കിലും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലസ് സിഗ്മ പി കാരണം റിപ്പൽ ചെയ്യപ്പെടും, മൈനസ് സിഗ്മ പി കാരണം അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ അതിന്റെ ദിശ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് പോസിറ്റീവ് പ്ലേറ്റിലേക്കാണ്. അകത്തുണ്ടാകുന്ന ഡൈലക്ട്രിക്കിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് EPയുടെ ദിശ പ്ലസ് സിഗ്മ പിയിൽ നിന്ന് മൈനസ് സിഗ്മ പി. ഡൈലക്ട്രിക്കിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള എൻഡിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള എൻഡിലേക്കാണ്. ഫ്രീ പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗത്തു നിന്ന് ഫ്രീ നെഗറ്റീവ് ചാർജ് ഉള്ള ഭാഗത്തേക്കാണ് പോളറൈസേഷൻ കാരണമുള്ള ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതിന്റെ അർത്ഥം പോളറൈസേഷൻ കാരണം ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് EP നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് EA ഒപ്പോസ് ചെയ്യുന്നു. അതുകൊണ്ട് എന്താ, ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E മൈനസ് EP ആണ്. E മൈനസ് EP. E എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡും EP ഡൈഇലക്ട്രിക്കിന്റെ പോളറൈസേഷൻ കാരണം അതിനകത്തുണ്ടായ ഇലക്ട്രിക് ഫീൽഡുമാണ്. അതായത് ഡൈഇലക്ട്രിക് പോളറൈസേഷൻ വഴി നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന പോളറൈസേഷൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഡൈഇലക്ട്രിക്കിനകത്തെ പോളറൈസേഷൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് EP, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക്കിനകത്ത് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് EP. ആ EPയുടെ ദിശ നോക്കിയേ, നെഗറ്റീവ് പ്ലേറ്റിൽ നിന്നും പോസിറ്റീവ് പ്ലേറ്റിലേക്കാണ്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ദിശ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. ഡൈപോൾ മൊമെന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഡൈപോൾ മൊമെന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ബാറ്ററിയുടെ നെഗറ്റീവ് പോളിൽ നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവ് പോളിലേക്കാണ്. അല്ലെങ്കിൽ B എന്ന നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് A എന്ന പോസിറ്റീവ് പ്ലേറ്റിലേക്കാണ് ഡൈഇലക്ട്രിക്കിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ദിശ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണെന്ന് നാം പറയുന്നത്. When an external electric field is applied, the positive and negative charges of molecules are displaced in opposite directions. External field apply ചെയ്യുമ്പോൾ ചാർജ് സെന്റേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ്, ഒരു മോളിക്യൂളിന്റെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഓപ്പോസിറ്റ് ഡിറക്ഷൻസിൽ ഡിസ്പ്ലേസ് ചെയ്യും. ഡൈഇലക്ട്രിക് മോളിക്യൂൾസ് ഡെവലപ്പ് ആൻ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ഡൈഇലക്ട്രിക് മോളിക്യൂൾസിന് ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് കിട്ടും. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് EP ഈ സെറ്റപ്പ് ഇൻസൈഡ് ദ ഡൈഇലക്ട്രിക്. ഡൈഇലക്ട്രിക്കിനകത്ത് EP എന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. EP ഒപ്പോസസ് ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. EP അപ്ലൈ ചെയ്ത ക്യാപിറ്റൽ E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. ഈ പ്രോസസ്സിനാണ് നമ്മൾ ഡൈഇലക്ട്രിക് പോളറൈസേഷൻ എന്ന് പറയുന്നത്. റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡൈഇലക്ട്രിക്. ഡൈഇലക്ട്രിക്കിനകത്തെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് E net is equal to E minus EP. E net is equal to E minus EP. The surface charge density plus or minus sigma. Sigma എന്ന് പറഞ്ഞാൽ സിഗ്മ P. സിഗ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്മ P. Surface charge density plus or minus sigma P at the ends of the dielectric arises from bound charges. Plus sigma P minus sigma P, bound charges, not from free charges.
arises from bound charges, not from free charges. എല്ലാം ബൗണ്ടാ, പരസ്പരം ബൗണ്ട് ആയിട്ടുള്ള ചാർജിൽ നിന്നാണ് പ്ലസ് ഓർ മൈനസ് സിഗ്മ എന്ന് പറഞ്ഞ ചാർജ് ഡെൻസിറ്റി ഉണ്ടാകുന്നത്. അതാണ് ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ടേംസ് ആണ്. ഒന്ന് ഇലക്ട്രിക് പോളറൈസേഷൻ വെക്ടർ പി. പി കഴിഞ്ഞ സ്ലൈഡ് നമ്മൾ കണ്ടു. പിയുടെ ദിശ എ എന്ന് പറഞ്ഞ പ്ലേറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പ്ലേറ്റിലേക്കാണ്. എന്താണ് പി എന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രിക് പോളറൈസേഷൻ വെക്ടർ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. അത് പോളറൈസേഷൻ നടക്കുന്ന കാരണം ഒരു ഡൈഇലക്ട്രിക്കിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിയുമ്പോൾ അതിന്റെ ചാർജ് സെന്റർ സെപ്പറേറ്റ് ചെയ്ത് അതിനകത്ത് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകും. ദ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് പോളറൈസേഷൻ. നമ്മൾ വെക്കുന്ന ഡൈഇലക്ട്രിക്കിന്റെ യൂണിറ്റ് വോളിയം എടുത്താൽ അതിനകത്തുള്ള ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ് ഇലക്ട്രിക് പോളറൈസേഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് നോൺ ആസ് ഇലക്ട്രിക് പോളറൈസേഷൻ ആൻഡ് ഈസ് റെപ്രസെന്റഡ് ബൈ പി. അടുത്താണ് ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി KHI, അങ്ങനെയാണ് വിളിക്കുന്നത്. KHI ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. കൈ എന്നാണ് വിളിക്കുക. കൈ ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. നമ്മൾ അതിന് KHI എന്നാണ് വിളിക്കുക. KHI കൈ എന്നാണ് വിളിക്കുന്നത്. കൈ. ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ പറയും കൈ. ഫോർ ആൻ ഐസോട്രോപിക് ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡ് ആക്സിസിലെല്ലാം ഈ ഡൈഇലക്ട്രിക്കിന് ഒരേ ബിഹേവിയർ ആയിരിക്കും. എക്സ് വൈ ഇസഡ് ഈ ദിശകളിലെല്ലാം ഒരുപോലെ ബിഹേവ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് ആണ് ഐസോട്രോപിക് ഡൈഇലക്ട്രിക്. ഫോർ ആൻ ഐസോട്രോപിക് ഡൈഇലക്ട്രിക് ഇലക്ട്രിക് പോളറൈസേഷൻ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഡൈഇലക്ട്രിക് ഐസോട്രോപിക് ആണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന പോളറൈസേഷൻ, ഇലക്ട്രിക് പോളറൈസേഷൻ, ഡൈഇലക്ട്രിക് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ ഇലക്ട്രിക് പോളറൈസേഷൻ വെക്ടർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ ഇക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പി പ്രൊപ്പോർഷണൽ ടു ഇ. അങ്ങനെ നമുക്ക് പറയാം. പി വെക്ടർ ഈസ് ഈക്വൽ ടു കൈ ഇൻറ്റു ഇ വെക്ടർ. പി വെക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ വെക്ടർ or P vector is equal to chi into E vector. Chi എന്ന് പറഞ്ഞത് ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി ആണ്. Chi is a constant known as electric susceptibility of the dielectric medium. ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി ആണ് chi എന്ന് പറയുക. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K is equal to E by E net അങ്ങനെ എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ആണ് E net എന്ന് പറഞ്ഞാൽ E minus EP. EP എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ കാരണം ഉണ്ടായ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. K is equal to E by EP. K is equal to E by E net. E net എന്ന് പറഞ്ഞാൽ E minus EP. E net എന്ന് പറഞ്ഞാൽ E minus EP. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെയും സസെപ്റ്റബിലിറ്റിയും തമ്മിലുള്ള ബന്ധം കിട്ടും. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെയും സസെപ്റ്റബിലിറ്റി കൈയും തമ്മിലുള്ള ബന്ധം കിട്ടും. K is equal to 1 plus chi. K is equal to 1 plus chi. അങ്ങനെ കിട്ടും. ഇനി ഈ ഫിഗർ നോക്കുക. ഒരു കണ്ടക്ടറിന്റെ ഒരു ഡൈഇലക്ട്രിക്കിന്റെ പടമാണ് കൊടുത്തേക്കുന്നത്. നോക്കി, രണ്ടിനെ ഇലക്ട്രിക് ഫീൽഡ് വെച്ചേക്കുക. എക്സ്റ്റേണൽ ഫീൽഡ് E0, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് E0 വെച്ചേക്കാണ് കണ്ടക്ടറിനെയും ഡൈഇലക്ട്രിക്കിനെ. അപ്പം കണ്ടക്ടറിനെയും ഡൈഇലക്ട്രിക്കിനെ ആദ്യം കണ്ടക്ടറിന്റെ കാര്യം നമുക്ക് എടുക്കാം. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് E0 ആണ്. അതിനെ കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേനും ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് അതിനകത്തുണ്ടാകും. അതിന്റെ പോസിറ്റീവ് പ്ലേറ്റ്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാൻ ഉപയോഗിച്ച പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്ത് ആ മെറ്റീരിയലിനകത്ത് കണ്ടക്ടറിനകത്ത് നെഗറ്റീവ് ചാർജ് വരും. മൈനസ്. അവിടെ ഫ്രീ ചാർജ് ഉണ്ടാകുന്നത് സിഗ്മ ഫ്രീ എന്ന് പറഞ്ഞാൽ സർഫസിൽ മാത്രമേ ഉള്ളൂ ആ ചാർജ്. അകത്തോട്ടൊന്നും പ്ലസ് മൈനസ് അങ്ങനെയില്ല. ഇനി ഇപ്പുറത്തെ നോക്കുവാണെങ്കിൽ, വലത് സൈഡിൽ നോക്കുവാണെങ്കിൽ പോസിറ്റീവ് ചാർജ്, ഫ്രീ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. സിഗ്മ ഫ്രീ പോസിറ്റീവ് ചാർജ്. അതിന് മൂവ് ചെയ്യാവുന്ന ചാർജുകളാണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാറ്റി കഴിഞ്ഞാൽ അന്നേരം അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചാർജും ഇപ്പുറത്തെ വലത് സൈഡിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ചാർജുടെ കൂടി ന്യൂട്രലായി പോകും. ഇപ്പൊ ഇവിടെ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന് തുല്യമായിരിക്കും. ഈ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡാണ് E എന്ന് കാണിച്ചേക്കുന്നത്. അങ്ങനത്തെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ കണ്ടക്ടറിനകത്തുള്ള പോസിറ്റീവിൽ നിന്ന് കണ്ടക്ടറിനകത്തുള്ള നെഗറ്റീവിലേക്കാണ് അതിന്റെ ദിശ. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട E in എന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ. പ്ലസ് മൈനസിലേക്ക്.
ഇപ്പം രണ്ടും ഈക്വൽ ആണ്, E0 Eനും ഈക്വൽ ആണ്. രണ്ടുകൂടെ കൂട്ടുമ്പോൾ E0 പ്ലസ് E0യുടെ അതേ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ദിശയാണ് ഇൻഡ്യൂസ്ഡിന് ഇന്നിന്. അപ്പൊ രണ്ടുകൂടെ കൂട്ടുമ്പോൾ 0 വരും. അതൊരു കണ്ടക്ടറിന്റെ കേസ്. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്, അതിനെ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിയുമ്പോൾ, കണ്ടക്ടറിനെ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിയുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 കിട്ടും. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും കണ്ടക്ടറിനകത്ത്. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് 0. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് 0. പക്ഷെ ഡൈഇലക്ട്രിക്കിന്റെ കേസിൽ വ്യത്യാസം ഉണ്ടാകും. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അത് പോളറൈസേഷന് വിധേയമാകും. അതുകൊണ്ട് ഒരു സൈഡില് ഡൈഇലക്ട്രിക്കിന്റെ ഒരു സൈഡില് സിഗ്മ പി എന്ന് പറയുന്ന ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാകും, പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. അടുത്ത സൈഡില് മൈനസ് സിഗ്മ പി എന്ന് പറയുന്ന ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാകും. അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് അതിനകത്തുള്ള ചാർജസ് എല്ലാം ബൗണ്ട് ആയതുകൊണ്ട്, പ്ലസും മൈനസും തമ്മിൽ ബൗണ്ടായി ഇഫക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ അളവ് കുറവായിരിക്കും. ഇ ഇൻ എന്ന് പറഞ്ഞാൽ EP ആണ്, നമ്മൾ മുമ്പേ പറഞ്ഞ EP ആണ്. ആ EPയുടെ വാല്യൂ കുറവായിരിക്കും, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനേക്കാളും കുറവായിരിക്കും. പോളറൈസേഷൻ കാരണം ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് E0യും ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഇനോട് കൂട്ടിക്കഴിഞ്ഞാൽ 0 ആവില്ല. കാരണം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലും ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് കുറവുമാണ്. E0 പ്ലസ് E നോട്ട് ഈക്വൽ ടു 0. അതാണ് ഒരു ഡൈഇലക്ട്രിക്കിന്റെ കണ്ടീഷൻ. അപ്പൊ ഒരു മെറ്റീരിയലിനകത്ത് E0 പ്ലസ് E ഈക്വൽ ടു 0 ആണെങ്കിൽ അത് കണ്ടക്ടർ ആയിരിക്കും ഉറപ്പായിട്ടും. ഒരു മെറ്റീരിയലിനകത്ത് E0 പ്ലസ് E നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആയിരിക്കും. അടുത്തതായിട്ട് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിന് നമ്മൾ പറഞ്ഞവരാണ് കപ്പാസിറ്റി എന്നാണ് കഴിവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. കഴിവ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റി എന്തെങ്കിലും കഴിവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിസിറ്റിയിൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു വസ്തുവിനെ ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവാണ്, എബിലിറ്റി ടു സ്റ്റോർ ചാർജസ്. അതിന് പറയുന്നവരാണ് കപ്പാസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് എന്ന് പറയും. കപ്പാസിറ്റി അല്ലെ കപ്പാസിറ്റൻസ്, ദ എബിലിറ്റി ടു സ്റ്റോർ ചാർജസ്. ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിന് പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ് അല്ലെ കപ്പാസിറ്റി. ഇങ്ങനെ ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ്, ഡിവൈസസിന് പറയുന്ന പേരാണ് കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ കണ്ടൻസേഴ്സ്. കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ കണ്ടൻസേഴ്സ് എന്ന് പറയും. ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസസ് ആണ് കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ കണ്ടൻസേഴ്സ്. ഇനി ആ പ്രോപ്പർട്ടി, ആ എബിലിറ്റി, ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിയാണ് കപ്പാസിറ്റൻസ് അല്ലെ കപ്പാസിറ്റി എന്ന് പറയുക. ദ എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് മെഷേഴ്സ് കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ. എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടക്ടറിന്റെ കഴിവിന് പറയുന്ന പേരാണ് അതിന്റെ കപ്പാസിറ്റൻസ്. എങ്ങനെ നമ്മൾ കപ്പാസിറ്റൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്? ചാർജിനെ സ്റ്റോർ ചെയ്യുക. ഇപ്പൊ ചാർജ് Q ഗിവൺ ടു എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന് നമ്മൾ കൊടുക്കുന്ന ചാർജ് Q. നമ്മൾ കണ്ടക്ടറിന് ഒരു ചാർജ് കൊടുക്കുന്നു. എത്ര ചാർജ് കൊടുക്കുന്നത്? Q ചാർജ്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ V ടു വിച്ച് ഇറ്റ് ഈസ് റേസ്ഡ്. ഒരു കണ്ടക്ടറിന് നമ്മൾ ചാർജ് കൊടുത്തെന്നിരിക്കട്ടെ. എങ്ങനെ അറിയാം നമുക്ക് അതിന് നമ്മൾ ചാർജ് കൊടുത്തെന്ന്? നമ്മൾ ചാർജ് കൊടുത്തെന്ന് അറിയണമെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ കൂടണം. ചാർജ് കിട്ടുന്നതിനനുസരിച്ച് ഒരു വസ്തുവിന്റെ പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടിരിക്കും. ഓരോ വസ്തുവും ചാർജ് കിട്ടുന്നതിനനുസരിച്ച് അതിന്റെ പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യാറുണ്ട്. ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യും, അല്ലെ മൊബൈൽ ചാർജ് ചെയ്യും. ചാർജ് ചെയ്യുമ്പോൾ അതിന്റെ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ കൂടുകയാണ്. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ കുറയുകയാണ്. ഇനി ചാർജ് Q ഗിവൺ ടു എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന് നമ്മൾ കൊടുക്കുന്ന ചാർജ് Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ V ടു വിച്ച് ഇറ്റ് ഈസ് റൈസ്ഡ്. അപ്പൊ നമ്മൾ ഒരു കണ്ടക്ടറിന് ചാർജ് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ചാർജ് അതിന്റെ പൊട്ടൻഷ്യലിനെ കൂട്ടും, ആ വസ്തുവിന്റെ പൊട്ടൻഷ്യലിനെ കൂട്ടും. അങ്ങനെ നമ്മൾ ചാർജ് ചെയ്തെന്ന് അറിയുന്നത്. അപ്പൊ നമുക്ക് എഴുതാം Q പ്രൊപ്പോർഷണൽ ടു V. ചാർജ് Q പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ V. അതായത് Q ഈസ് ഈക്വൽ ടു CV. ഒരു കോൺസ്റ്റന്റ് ആണ് C. ആ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റി കഴിയുമ്പോൾ Q ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് C ഇൻറ്റു V. സിക്ക് നമ്മൾ പറഞ്ഞവര് കപ്പാസിറ്റി. C ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് കപ്പാസിറ്റൻസ് ഓർ കപ്പാസിറ്റി ഓഫ് ദ കണ്ടക്ടർ. അവിടെ വരുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള C ആണ്. ചാർജും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്ന അല്ലെ ബന്ധം കാണിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് C. ആ സിക്ക് പറഞ്ഞവരാണ് കപ്പാസിറ്റൻസ് ഓർ കപ്പാസിറ്റി ഓഫ് ദ കണ്ടക്ടർ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജോമെട്രി ആൻഡ് സൈസ് ഓഫ് ദ കണ്ടക്ടർ. ഈ കപ്പാസിറ്റി രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ഒന്ന് ജോമെട്രി, രണ്ട് സൈസ് ഓഫ് ദ കണ്ടക്ടർ. ഒന്ന് ജോമെട്രി, രണ്ട്
സൈസ് ഓഫ് ദ കണ്ടക്ടർ. ഒന്ന് ജോമെട്രി എന്ന് പറഞ്ഞാൽ ഷേപ്പ് സൈസും ഒക്കെ നോക്കിയാ കണ്ടക്ടറിന്റെ ഷേപ്പ് സൈസ് ഇതൊക്കെ നോക്കിയാണ് കപ്പാസിറ്റിയുടെ വാല്യൂ. ഇപ്പൊ Q proportional to V, Q is equal to CV, C is called capacitance. It depends on two factors, one on geometry of the conductor, second on size of the conductor. Geometry and size നെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി അതിന്റെ സിമ്പിൾ ആണ് ആ രണ്ട് പാരലൽ ലൈൻ വഴി കാണിച്ചേക്കുന്നത്. കപ്പാസിറ്ററിന്റെ സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കാണിച്ചേക്കുന്ന കപ്പാസിറ്ററിന്റെ സിമ്പിൾ ആണ് ഇത്. കപ്പാസിറ്ററിന്റെ സിമ്പിൾ രണ്ട് പാരലൽ ലൈൻ ഇട്ടിട്ട് രണ്ട് പാരലൽ വരകളാണ് കപ്പാസിറ്ററിന്റെ സിമ്പിൾ. ഇങ്ങനെയാണ് കപ്പാസിറ്ററിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇസ് ദ, ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് ദ ചാർജ് ഇമ്പാർട്ടഡ് ടു ദ പൊട്ടൻഷ്യൽ ടു വിച്ച് ഇറ്റ് ഈസ് റേസ്ഡ്. ഒരു കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ Q/V ആണ്. C Q/V. അതിനെ വേർഡ്സിൽ പറഞ്ഞേക്കുന്നുള്ളൂ. കപ്പാസിറ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് ചാർജ് ടു പൊട്ടൻഷ്യൽ, റേഷ്യോ ഓഫ് ദ ചാർജ് ഇമ്പാർട്ടഡ് ടു ദ പൊട്ടൻഷ്യൽ ടു വിച്ച് ദ കണ്ടക്ടർ ഈസ് റേസ്ഡ്. കണ്ടക്ടറിന് കൊടുത്ത ചാർജും അതിന് കിട്ടിയ പൊട്ടൻഷ്യലും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്, കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞത്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? അതിന് ഫരഡ് എന്ന് പറഞ്ഞത്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റിന് നമ്മൾ ഫരഡ് എന്ന് പറയുക. ഫരഡ് മൊത്തമായിട്ട് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം സ്മോൾ ലെറ്റർ ആണ്, F സ്മോൾ ലെറ്റർ ആണ്. സിമ്പിൾ പക്ഷേ ക്യാപിറ്റൽ F ആണ്. ഫാരഡേ ആയിട്ട് ബന്ധപ്പെട്ട ടേമാണ് ഫരഡ്. ക്യാപിറ്റൽ F. അപ്പം ക്യാപിറ്റൽ F നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ക്യൂവിന്റെ C is equal to Q/V. ക്യൂവിന്റെ യൂണിറ്റ് കുളോംബ്. ചാർജിന്റെ യൂണിറ്റ് കുളോംബ്. ഇനി പൊട്ടൻഷ്യൽ വിയുടെ യൂണിറ്റ് വോൾട്ട്. ചാർജിന്റെ യൂണിറ്റ് കുളോംബ്, പൊട്ടൻഷ്യൽ വിയുടെ യൂണിറ്റ് വോൾട്ട്. അപ്പൊ കപ്പാസിറ്റൻസ് സിയുടെ യൂണിറ്റ് ഫരഡ് എന്തായിരിക്കും? 1 ഫരഡ് ഈസ് ഈക്വൽ ടു 1 കുളോംബ് ബൈ 1 വോൾട്ട്. 1 കുളോംബ് Q, 1 വോൾട്ട് V, 1 ഫരഡ് C. 1 ഫരഡ് ആണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ്. 1 ഫരഡ് ഈസ് ഈക്വൽ ടു 1 കുളോംബ് ബൈ 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ C ഈസ് ഈക്വൽ ടു Q/V. ആ ഫോർമുല വെച്ച് 1 ഫരഡ് ഈസ് ഈക്വൽ ടു 1 കുളോംബ് ബൈ 1 വോൾട്ട്. 1 കുളോംബ് ഒത്തിരി വലിയ ചാർജാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. 1 കുളോംബ് ഒത്തിരി വലിയ ചാർജാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഈ 1 ഫരഡ് എന്ന് പറയുന്നത് ഒത്തിരി വലിയ കപ്പാസിറ്റിയാണ്. നമുക്ക് ആവശ്യമുള്ളത് കൂടുതൽ ഒത്തിരി വലിയ കപ്പാസിറ്റിയാണ് 1 ഫരഡ്. ഫരഡ് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഒരു ഫരഡ് എന്താണെന്നാണ് ഇനി പറഞ്ഞത്. ഫരഡ് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻ വിച്ച് എ ചാർജ് ഓഫ് 1 കുളോംബ് റൈസസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. 1 കുളോംബ് ചാർജ് ഒരു കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് കൊണ്ട് ഉയർത്തുന്നു എങ്കിൽ നമ്മൾ പറയും 1 ഫരഡ് ആണ് അതിന്റെ കപ്പാസിറ്റൻസ്. 1 കുളോംബ് ചാർജ് ഒരു കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് കണ്ട് ഉയർത്തുന്നു എങ്കിൽ നമ്മൾ പറയും 1 ഫരഡ് ആണ് ആ വസ്തുവിന്റെ കപ്പാസിറ്റൻസ് എന്ന് നമ്മൾ പറയും. ഫരഡ് ഈസ് എ വെരി ലാർജ് യൂണിറ്റ്. കാരണം എന്താ? കുളംബ് ഈസ് എ വെരി ലാർജ് യൂണിറ്റ്. കുളംബ് ഒത്തിരി വലിയ യൂണിറ്റ് ആണ്. അതുകൊണ്ട് ഫരഡും ഒത്തിരി വലിയ യൂണിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ മില്ലി ഫരഡ്, സ്മോൾ ലെറ്റർ MF, മില്ലി ഫരഡ്. മില്ലി എന്ന് പറഞ്ഞാൽ എന്താ? 10⁻³ 1000 മൈക്രോ ഫരഡ്. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ? 10⁻⁶. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁶. 10⁻�6 ഫരഡ് മൈക്രോ ഫരഡ്. ആൻഡ് പൈക്കോ ഫരഡ്. പൈക്കോ എന്ന് പറഞ്ഞാൽ എന്താ? 10⁻12 ഫരഡ് ആർ യൂസ്ഡ്. ചിലപ്പോൾ നാനോ ഫരഡ് ഉപയോഗിക്കും. നാനോ എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻⁹. നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁹. അങ്ങനെയാണെങ്കിൽ ഒരു മില്ലി ഫരഡ് എത്രയാ? 1 MF is equal to, സ്മോൾ ലെറ്റർ MF is equal to 10⁻³ ഫരഡ്. 10⁻³ ഫരഡ്. 1 മൈക്രോ ഫരഡ് equal to 10⁻�6 ഫരഡ്. 1 പൈക്കോ ഫരഡ് is equal to 10⁻12 ഫരഡ്. ഇപ്പൊ കപ്പാസിറ്റൻസിന്റെ സിമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 2 പാരലൽ ലൈൻസ് ആണ് കപ്പാസിറ്റൻസിന്റെ സിമ്പിൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കപ്പാസിറ്റൻസ് എല്ലാം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. പാരലൽ പ്ലേറ്റ്, 2 പ്ലേറ്റ് ഉണ്ടാവും അതിനകത്ത്. അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സിമ്പിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 2 പാരലൽ ലൈൻസ് ആണ്. അതുപോലെ ഫരഡ് ഒത്തിരി വലിയ യൂണിറ്റ് ആണ്. ഫരഡ് ഒത്തിരി വലിയ യൂണിറ്റ് ആയതുകൊണ്ട് മില്ലി ഫരഡ്, മൈക്രോ ഫരഡ്, പൈക്കോ ഫരഡ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന മൈക്രോ ഫരഡ് ഓർഡറിലുള്ള കപ്പാസിറ്റി ആവശ്യം വരത്തുള്ളൂ.
ഇപ്പം Q പ്രൊപ്പോർഷണൽ ടു V, Q ഈസ് ഈക്വൽ ടു CB, C ഈസ് ഈക്വൽ ടു Q ബൈ V. അതാണ് കപ്പാസിറ്റൻസിന്റെ ഡെഫിനിഷൻ. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫരഡ് ആണ്. 1 ഫരഡ് ഈസ് ഈക്വൽ ടു 1 കുളോം ബൈ 1 വോൾട്ട്. 1 കുളോം ഒത്തിരി വലുതായതുകൊണ്ട് 1 ഫരഡ് ഒത്തിരി വലിയ കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് മില്ലി ഫരഡും മൈക്രോ ഫരഡും പൈക്കോ ഫരഡും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. കുട്ടികളെ, പല സൈസ് കപ്പാസിറ്റേഴ്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഈ ഫിഗർ എല്ലാം ഓരോ സൈസ് കപ്പാസിറ്റേഴ്സ് ആണ്. ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. ഇതും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. ഇതിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 4700 മൈക്രോ ഫരഡ്. അതിന്റെ വോൾട്ടേജ് റേഞ്ച് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, 35 വോൾട്ട്. ഇതും ഇലക്ട്രോലൈറ്റിക് ടൈപ്പ് കപ്പാസിറ്റർ ആണ്. ഇതെല്ലാം ഇലക്ട്രോലൈറ്റിക് ടൈപ്പ് കപ്പാസിറ്റർ ആണ്. വലിയ കപ്പാസിറ്റേഴ്സ് നമ്മൾ കണ്ടൻസർ എന്ന് പറയും. വലിയ കപ്പാസിറ്റി ഉള്ള കപ്പാസിറ്റർ നമ്മൾ പറയുന്നത് കണ്ടൻസർ. ഇതൊക്കെ കണ്ടൻസേഴ്സ് ആണ്. നമ്മുടെ റേഡിയോയിലും ടിവിയിലും ഒക്കെയുള്ള ട്യൂണിംഗ് മെക്കാനിസത്തിൽ ഈ കണ്ടൻസേഴ്സ് ഉപയോഗിക്കും. ഈ താഴെ തന്നേക്കുന്ന ചെറിയ വാല്യൂ ഉള്ള കപ്പാസിറ്റേഴ്സ് ആണ്. അത് സെറാമിക് കപ്പാസിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സെറാമിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയും. ഇതെല്ലാം സെറാമിക് കപ്പാസിറ്റേഴ്സ് ആണ്. ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. അടുത്ത കപ്പാസിറ്റൻസ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സ്പെറിക്കൽ കണ്ടക്ടർ. ഒരു ഐസൊലേറ്റഡ് സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? നമുക്കറിയാം കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ V ആണ്. Q ചാർജ് ഗിവൺ ടു എ സ്പെറിക്കൽ കണ്ടക്ടർ. സ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ സ്പിയർ ആണ്. സ്പിയറിൽ ചാർജ് കൊടുത്തിരിക്കുകയാണ്. സ്പെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് സ്മോൾ ലെറ്റർ R. സ്പിയറിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R ആണ്. പ്ലേസ്ഡ് ഇൻ എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K. അങ്ങനത്തെ ഒരു സ്പിയർ ആയിട്ട് നമുക്ക് എർത്തിനെ എടുക്കാം. എർത്തിലുള്ള ചാർജ് ആണ് Q. എർത്തിന്റെ റേഡിയസ് R എന്ന് എടുത്തു കഴിഞ്ഞാൽ എർത്ത് ഒരു സ്പെറിക്കൽ കപ്പാസിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്പിയറിന്റെ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു, ഒരു സ്പിയറിൽ Q ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു 1/4π K എപ്സിലോൺ 0 അല്ലെ എപ്സിലോൺ 0 K, 1/4π എപ്സിലോൺ 0 K അല്ലെ 1/4π K എപ്സിലോൺ 0 Q ഡിവൈഡഡ് ബൈ R. V ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 ഇൻറ്റു Q ഡിവൈഡ് ബൈ R എയറിലാണെങ്കിൽ. ഇനി ഒരു മീഡിയം ഉണ്ടെങ്കിൽ 1/4π K എപ്സിലോൺ 0 Q ഡിവൈഡ് ബൈ R. അതാണ് പൊട്ടൻഷ്യൽ. കൊടുത്ത ചാർജ് Q, പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q ഡിവൈഡ് ബൈ R. അങ്ങനെയാണ് അതിന്റെ കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു Q ബൈ V. കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു Q ബൈ V. Q നമുക്കറിയാം, Q തന്നെ സ്മോൾ ലെറ്റർ Q ഡിവൈഡ് ബൈ V അറിയാം, 1/4π K എപ്സിലോൺ 0 Q ഡിവൈഡ് ബൈ R. ഇവിടെ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ക്യൂവും ക്യാൻസൽ ആയി പോകും. ക്യൂവും ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ 1 വരും. 1 ഡിവൈഡ് ബൈ 1/4π എപ്സിലോൺ 0 R. 1 ഡിവൈഡഡ് ബൈ 1/4π എപ്സിലോൺ 0 R. നമുക്ക് ഇങ്ങനെ എഴുതാം, 1 ഇൻറ്റു ഡിവൈഡ് ചെയ്യുന്നതിന് പകരം തലതിരിച്ച് ഗുണിച്ചാൽ മതി. 1 ഇൻറ്റു തലതിരിച്ച് ഗുണിക്കുമ്പോൾ താഴ്ഭാഗത്തെ തലതിരിച്ച് ഗുണിക്കുമ്പോൾ 4π എപ്സിലോൺ 0 KR മൂളി വരും. 4π എപ്സിലോൺ 0 KR മൂളി വരും. 4π കൂട്ടിയുള്ള ടേം മൂളി വരും. 4π എപ്സിലോൺ 0 KR മൂളി വരും. 4π എപ്സിലോൺ 0 KR മൂളി വരും. ഡിവൈഡ് ബൈ 1 താഴെ വരും. അപ്പം 1 ഇൻറ്റു 1, ഇവിടത്തെ 1 ഈ 1 ഇൻറ്റു ഇത് താഴത്തെ ഭാഗം തലതിരിച്ചിട്ട് ഗുണിക്കണം. തലതിരിച്ചിടുമ്പോൾ മുകൾ ഭാഗത്ത് 4π എപ്സിലോൺ 0 KR മൂളി വരും. ഈ 1 താഴെ വരും. 4π എപ്സിലോൺ 0 K. അപ്പൊ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം തലതിരിച്ചിട്ട് ഗുണിച്ചാൽ മതി, നിങ്ങൾക്കറിയാം. അപ്പൊ നമുക്ക് കിട്ടും C ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 4π എപ്സിലോൺ 0 KR. 4π K എപ്സിലോൺ 0 R. K തന്നിട്ടില്ല, 1 എന്ന് നമ്മൾ എടുക്കും. K നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് K തന്നിട്ടില്ല എങ്കിൽ നമ്മൾ 1 എന്ന് എടുക്കും. C ഈസ് ഈക്വൽ ടു 4π എപ്സിലോൺ 0 KR അല്ലെ 4π K എപ്സിലോൺ 0 R. അതാണ് ഒരു സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റി. ഒരു ചോദ്യം, ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് എർത്ത് കൺസിഡറിംഗ് ഇറ്റ് ആസ് എ സ്പിയർ. ഒരു സ്പിയർ ആയിട്ട് എർത്തിനെ കണ്ട് അതിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം.
എർത്തിന്റെ ആവറേജ് റേഡിയസ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് 6370 കിലോമീറ്റർ ആണ്. എർത്തിന്റെ ആവറേജ് റേഡിയസ് 6370 കിലോമീറ്റർ ആണ്. ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് എർത്ത് കൺസിഡറിംഗ് ഇറ്റ് ആസ് എ സ്പിയർ ഓഫ് ആവറേജ് റേഡിയസ് 6370 കിലോമീറ്റർ. എർത്തിന്റെ ആവറേജ് റേഡിയസ് 6370 കിലോമീറ്റർ ആണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു 6370 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 6370 ഇൻറ്റു കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ ഒരു കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ 1000 10⁻³ മീറ്റർ. 6370 ഇൻറ്റു 10⁻³ മീറ്റർ. പിന്നെ കെ തന്നിട്ടില്ല, അതുകൊണ്ട് കെ 1 എന്നെടുക്കുന്നു. കെ നമുക്ക് തരാത്തതുകൊണ്ട് കെ 1 എന്നെടുക്കുന്നു. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്, എർത്തിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് 1 എന്നെടുക്കുന്നു. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫോർമുല സി ഈക്വൽ ടു 4π k epsilon 0 r. 4π k epsilon 0 r. epsilon 0യുടെ വില നമുക്കറിയാം 8.85 ഇൻറ്റു 10⁻⁻12. വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. സി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു പൈക്ക് വരും 3.14, കെക്ക് വരും 1, എപ്സിലോൺ 0ക്ക് വരും 8.85 ഇൻറ്റു 10⁻⁻12, ആറിന് പകരം 6370 ഇൻറ്റു 10⁻³ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിയുടെ വാല്യൂ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കപ്പാസിറ്ററിനെ നമ്മൾ ഫരഡിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ എഴുതി ഫരഡിൽ അതിനെ എക്സ്പ്രസ് ചെയ്യണം. ഇപ്പൊ ഒരു സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് 4π k epsilon 0 r ആണ്. 4π k epsilon 0 r. ഇനി എന്താണ് ഒരു കണ്ടൻസറിന്റെ അല്ലെ കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ? ഒരു കണ്ടൻസറിന്റെ അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? എന്ത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഈ ഒരു കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നത്? നമുക്കൊരു ചാർജ്ഡ് പ്ലേറ്റ് ഉണ്ട്, ഒരു ചാർജ്ഡ് കണ്ടക്ടർ ഉണ്ട് എ. അതിന് ചാർജ് കൊടുത്തേക്കുക, പ്ലസ് ചാർജ് കൊടുത്തേക്കാണ്. അപ്പം അതിലുള്ള ചാർജാണ് ക്യൂ ചാർജ് കൊടുത്തു. ഒരു കണ്ടക്ടറിന് നമ്മൾ പ്ലസ് ക്യൂ ചാർജ് കൊടുത്തു. എ എന്ന് പറഞ്ഞ ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്, അതിനൊരു പ്ലസ് ക്യൂ ചാർജ് കൊടുത്തു. എക്ക് ഒരു പ്ലസ് ക്യൂ ചാർജ് കൊടുത്തു. പ്ലസ് ക്യൂ ചാർജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ പൊട്ടൻഷ്യൽ വി ആയിട്ട് കൂടി, എയുടെ പൊട്ടൻഷ്യൽ വി ആയിട്ട് മാറി. അപ്പം പൊട്ടൻഷ്യൽ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് കൊടുത്തെന്ന് അറിയുക. അപ്പൊ കപ്പാസിറ്റി ഉണ്ട് അതിന്, കപ്പാസിറ്റൻസ്. ഒരു സിംഗിൾ കണ്ടക്ടർ എ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. സിംഗിൾ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. ഇപ്പൊ എ എന്ന് പറഞ്ഞ പ്ലേറ്റിന്റെ കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ വി ആണ്. ക്യൂ നമ്മൾ അതിന് കൊടുത്ത ചാർജ്, വി അതിലുണ്ടായ പൊട്ടൻഷ്യൽ, സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഇനി നമ്മൾ എന്ത് ചെയ്യും? എർത്തഡ് കണ്ടക്ടർ ബി ഈസ് കെപ്റ്റ് വെരി ക്ലോസ് ടു എ. എർത്ത് ചെയ്ത ഒരു കണ്ടക്ടർ ബി, മറ്റൊരു കണ്ടക്ടർ ബി, എർത്ത് ചെയ്തേക്കുന്ന കണ്ടക്ടർ ബി, എർത്തിനോട് കണക്ട് ചെയ്യുന്നതാണ് എർത്തിങ് എന്ന് പറയുന്നത്. എർത്തഡ് കണ്ടക്ടർ ബി ഈസ് കെപ്റ്റ് വെരി ക്ലോസ് ടു എ. എയോട് വളരെ അടുത്ത് എർത്തഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ബി കൊണ്ടുവെക്കുന്നു. എർത്തഡ് കണ്ടക്ടറിന്റെ പ്രത്യേകത അതിനെ എർത്തിലേക്ക് കണക്ട് ചെയ്യും. അതിൽ എക്സസ് ചാർജ് ഉണ്ടെങ്കിൽ അപ്പം എർത്തിലേക്ക് പോകും. ഫ്രീ ആയിട്ടുള്ള എക്സസ് ചാർജ് ഉണ്ടെങ്കിൽ എർത്തിലേക്ക് പോകും. ഇനി അതിന് ചാർജ് ആവശ്യമുണ്ടെങ്കിൽ അത് എർത്തിൽ നിന്ന് എടുക്കുകയും ചെയ്യും. എർത്തഡ് കണ്ടക്ടർ ബി ഈസ് കെപ്റ്റ് വെരി ക്ലോസ് ടു എ. അതിന്റെ ഭാഗമായിട്ട് ആദ്യം ഒരു ബി എന്ന് പറയുന്ന കണ്ടക്ടർ എയുടെ അടുത്ത് കൊണ്ടുവരുന്നു. കൊണ്ടുവരുമ്പോൾ അതിന് ചാർജ് ഒന്നും ഇല്ല കേട്ടോ. ബി എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടർ അൺചാർജ്ഡ് കണ്ടക്ടറാ ബി, ചാർജ് ഇല്ലാത്ത കണ്ടക്ടറാ. പിന്നെ എങ്ങനെ അത് ചാർജ് ഉണ്ടായേ? നമുക്കറിയാം, ചാർജുള്ള ഒരു വസ്തുവിന്റെ അടുത്ത് ചാർജ് ഇല്ലാത്ത മറ്റൊരു വസ്തു വരുമ്പോൾ അതിന് ഇൻഡക്ഷൻ വഴി ചാർജ് കിട്ടും. എക്ക് ചാർജ് ഉണ്ട്, ബിക്ക് ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത ബി ചാർജുള്ള എയുടെ അടുത്ത് വരുമ്പോൾ അതിലെ ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാകും. നമ്മൾ പറയും ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നേരത്തെ കണ്ടാലും ചാർജിങ്ങിന്റെ ഒരു മെത്തേഡാണ്. അപ്പൊ ചാർജ് ഇല്ലാത്ത ബി എയുടെ അടുത്ത് വരുന്നു. അപ്പം എയുടെ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ എയോട് അടുത്തുള്ള ഭാഗത്ത് നെഗറ്റീവ് ചാർജ് വരും. അപ്പം ബിയുടെ എയോട് അടുത്തുള്ള ഭാഗത്ത് നെഗറ്റീവ് ചാർജ് വന്നു. ഈ ഭാഗത്ത് ഇവിടെ എല്ലാം നെഗറ്റീവ് ചാർജ് വന്നു. ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. എയോട് ചേർന്നുള്ള ഭാഗത്ത് നെഗറ്റീവ് ചാർജ്. എയിൽ നിന്ന് അകലെയുള്ള ബിയുടെ ഭാഗത്ത് എന്തുണ്ടാവും? പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഇതിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ സംഭവിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ഇവിടെ നടക്കും. അപ്പൊ ബി എന്ന് പറഞ്ഞ അൺചാർജ്ഡ് കണ്ടക്ടർ എയുടെ അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? എയുടെ അടുത്ത് വരുമ്പോൾ എയോട് ചേർന്നുള്ള ഭാഗത്ത് നെഗറ്റീവ് ചാർജും ബിയോട് ചേർന്നുള്ള ഭാഗത്ത് പോസിറ്റീവ് ചാർജും ഉണ്ടാകും. ബൈ ഇൻഡക്ഷൻ ബി ഈസ് ചാർജ് നെഗറ്റീവ്ലി. അതെങ്ങനെയാ? നമ്മൾ എർത്ത് ചെയ്യുന്നു. ബിയുടെ അടുത്ത സൈഡ് എർത്ത് ചെയ്യുന്നു. ബിയുടെ ഒരു സൈഡ് നമ്മൾ എർത്ത് ചെയ്യുമ്പോൾ ബിയുടെ പോസിറ്റീവ് ചാർജ് അല്ല, ഫ്രീ ആയിട്ടുള്ള സൈഡിലെ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ എർത്തിലേക്ക് പോരും. അല്ലെ, എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് വന്ന്
ബിയുടെ പോസിറ്റീവ് ചാർജിനെ എല്ലാം ക്യാൻസൽ ആക്കും, ന്യൂട്രലൈസ് ചെയ്യും. എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് കയറി വന്ന് ബിയിലെ പോസിറ്റീവ് ചാർജിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്യും. പക്ഷെ ബിയുടെ നെഗറ്റീവ് ചാർജിന് ഒരിടത്തോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? എയിലെ പോസിറ്റീവ് ചാർജ് അതിനെ ബൗണ്ട് ചെയ്തേക്കുക, അട്രാക്ട് ചെയ്ത് പിടിച്ചേക്കുക. എയിലെ പോസിറ്റീവ് ചാർജ് ബിയുടെ നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്ത് പിടിച്ചേക്കുക. അതുകൊണ്ട് അതിന് എർത്തിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് കയറി വന്ന് ബിയിലെ പോസിറ്റീവ് ചാർജിനെ മുഴുവൻ ക്യാൻസൽ ആക്കും. അപ്പം ബി ഈസ് ചാർജ്ഡ് നെഗറ്റീവ്ലി. ബി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. അപ്പം അൺചാർജ്ഡ് ആയിട്ടുള്ള ബി എയുടെ അടുത്തെത്തുമ്പോൾ ബിയുടെ എയോട് ചേർന്നുള്ള ഭാഗത്ത് നെഗറ്റീവ് ചാർജ്, എയിൽ നിന്ന് അകന്നുള്ള ഭാഗത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ബിയെ നമ്മൾ എർത്ത് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടി എർത്തിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് കാരണം ന്യൂട്രലൈസ്ഡ് ആയി പോകും. അപ്പൊ ബി നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. ബൈ ഇൻഡക്ഷൻ ബി ഈസ് ചാർജ്ഡ് നെഗറ്റീവ്ലി. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ഇങ്ങനെ ബി നെഗറ്റീവ്ലി ചാർജ്ഡ് ആകുന്നതുകൊണ്ട് ഈ ബിയുടെ എയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും. എയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും. നേരത്തെ ബി ആയിരുന്നു എയുടെ പൊട്ടൻഷ്യൽ, ഇപ്പൊ അത് ബി ഡാഷ് ആയിട്ട് മാറും. എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറും. ദ പി ഡി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ബി ഡാഷ് പി ഡി ബിറ്റ്വീൻ എ ആൻഡ് ബി, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറും. അങ്ങനത്തെ എങ്ങനെയാ മാറുന്നത്? അങ്ങനെ നമുക്കറിയാം, എയുടെ അടുത്തേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് എടുക്കണമെങ്കിൽ വി വർക്ക് ചെയ്യണം. അതാ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ടു ടേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. എയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് എടുക്കണമെങ്കിൽ വി വർക്ക് ചെയ്യണം. അതിന്റെ പൊട്ടൻഷ്യലിന് തുല്യമായിട്ടുള്ള വർക്ക് ചെയ്യണം. എന്നാൽ ഇവിടെയോ എയും ബിയും ഉള്ള ആ സെറ്റപ്പിലോ, എയും ബിയും ഉള്ള ആ സെറ്റപ്പില് ആ ബി വരെ കുറച്ച് വർക്ക് ചെയ്താൽ മതി. കാരണം എന്നാ? ബി നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇപ്പൊ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ബിയിലുള്ള നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് വലിച്ചോളും. അപ്പൊ ആ നെഗറ്റീവ് ചാർജ് കുറെ വർക്ക് ചെയ്തോളും. ബാക്കി വർക്ക് ബി തൊട്ട് എ വരെയുള്ള വർക്ക് എക്സ്റ്റേണൽ ഏജന്റ് ചെയ്താൽ മതി. എടുത്തോണ്ട് വരുന്നയാള് ബി തൊട്ട് എ വരെയുള്ള വർക്ക് ചെയ്താൽ മതി. ഇപ്പം എയുടെ കേസിലാണെങ്കിൽ എന്താ ഞാൻ പറഞ്ഞതെന്ന് ഈ പടം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഒരു +1 കൂളംബ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുവാണ്. അതിനെ വലിച്ചെടുത്തുകൊണ്ടുപോയി എയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ ബി എന്ന് പറഞ്ഞാൽ ബി. എന്നാൽ ഇവിടെയാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റ് വഴി ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടം വരെ ഈ പോസിറ്റീവ് ചാർജ് +1 കൂളംബ് തന്നെ വന്നോളൂ. തന്നെ എന്ന് പറഞ്ഞ പോലെ വന്നോളൂ. ഈസി ആയിട്ട് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് വന്നോളൂ ഇവിടം വരെ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ മതി. നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് പിന്നെ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് ഇവിടേക്ക് വന്നാൽ മതി. നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് പോസിറ്റീവ് പ്ലേറ്റിലേക്ക്. അതിന് വേണ്ടുന്ന വർക്കാണ് ബി ഡാഷ്. എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ വരെ ഒന്നും ചെയ്യണ്ട. ബി വരെ വരുന്നിടം വരെ ഒന്നും ചെയ്യണ്ട. കാരണം എന്നാ? ബി നെഗറ്റീവ് ചാർജ് ഉണ്ട്. ബിയിലെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആ നെഗറ്റീവ് ചാർജ് ഇതിനെ പിടിച്ച് ഈ +1 ചാർജ് കുളമ്പിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഇവിടം വരെ ഈസി ആയിട്ട് വരും ബി വരെ. പിന്നീട് ബി തൊട്ട് എ വരെ വരുമ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ബി തൊട്ട് എ വരെ വരുമ്പോൾ വർക്ക് ചെയ്താൽ മതി. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറും. അപ്പൊ ഏകദേശം പൊട്ടൻഷ്യൽ ഇവിടെ ബി ആണ്. ബി ഇൻഫിനിറ്റി തൊട്ട് എ വരെ വരാൻ വേണ്ടുന്ന വർക്കാണ് ബി. ഇവിടെ ബി തൊട്ട് എ വരെ വരാൻ വേണ്ടുന്ന വർക്കാണ് ബി ഡാഷ്. ക്ലിയർ ആണ്? നമുക്ക് വ്യക്തമാണ്. ബി ഡാഷ് ആണ് കുറവ്. ബി ഡാഷ് ലെസ് ദാൻ വി. ബിയേക്കാളും കുറവാണ്. ബി തൊട്ട് എ വരെയുള്ള വർക്ക് തീരെ കുറവാണ്. ഇൻഫിനിറ്റി തൊട്ട് എ വരെയുള്ള വർക്ക് വെച്ച് നോക്കുമ്പോൾ ബി തൊട്ട് എ വരെയുള്ള വർക്ക് ബി ഡാഷ് കുറവാണ്. ബി ഡാഷ് ലെസ് ദാൻ ബി. ഇപ്പം ന്യൂ കപ്പാസിറ്റി ഓഫ് ദ കണ്ടക്ടർ സി ഡാഷ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ബി ഡാഷ്. സി ഡാഷ് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ ചാർജ് ക്യൂ തന്നെ, നേരത്തെ ചാർജ് തന്നെ. പൊട്ടൻഷ്യൽ ബി ഡാഷ് ആയിട്ട് കുറഞ്ഞു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് കുറഞ്ഞു. സിൻസ് ബി ഡാഷ് ലെസ് ദാൻ ബി, സി ഡാഷ് ഗ്രേറ്റർ ദാൻ സി. ബി ഡാഷ് ലെസ് ദാൻ ബി, സി ഡാഷ് ഗ്രേറ്റർ ദാൻ സി. അപ്പം ഒരു എർത്തഡ് പ്ലേറ്റ്, പ്രസൻസ് ഓഫ് ദ എർത്തഡ് കണ്ടക്ടർ ബി നിയർ ചാർജ്ഡ് കണ്ടക്ടർ എ. എർത്തഡ് കണ്ടക്ടറിന് കണ്ടക്ടർ ബി ചാർജ്ഡ് കണ്ടക്ടറിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ, എർത്ത് ചെയ്യുന്നതിന് മുമ്പ് അതിന് ചാർജ് ഒന്നും ഇല്ല കേട്ടോ, അൺചാർജ്ഡ് കണ്ടക്ടറാണ് ബി എന്ന് പറഞ്ഞത്. പ്രസൻസ് ഓഫ് എർത്തഡ് കണ്ടക്ടർ ബി നിയർ ചാർജ്ഡ് കണ്ടക്ടർ എ ഇൻക്രീസസ് കപ്പാസിറ്റൻസ് ഓഫ് എ. എയുടെ കപ്പാസിറ്റൻസ്, ചാർജ്ഡ് കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് കൂട്ടാനുള്ള വഴിയായത് എന്താ? ഒരു എർത്തഡ് കണ്ടക്ടർ ബി ചാർജ്ഡ് കണ്ടക്ടർ എയുടെ അടുത്ത് കൊണ്ടിരിക്കും. അപ്പം പൊട്ടൻഷ്യൽ അവിടെ കുറയും, ബി ഡാഷ് ആയിട്ട് മാറും. എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് പൊട്ടൻഷ്യൽ കുറയും. അങ്ങനെ അതിന്റെ കപ്പാസിറ്റൻസ് കൂടും. ഇൻക്രീസസ് കപ്പാസിറ്റൻസ് ഓഫ് എ റെഡ്യൂസിങ് പൊട്ടൻഷ്യൽ ഓഫ് എ. എയുടെ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്ത് അതിന്റെ കപ്പാസിറ്റൻസ് കൂടും. അപ്പം അതാണ് ഒരു കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ. എന്താ?
കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ. ചാർജ്ഡ് പ്ലേറ്റിന്റെ അടുത്ത് എർത്തഡ് പ്ലേറ്റ് കൊണ്ടുവരുമ്പോൾ പൊട്ടൻഷ്യൽ കുറഞ്ഞ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറി കപ്പാസിറ്റി കൂടും. അതാണ് ഒരു കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ അതെങ്ങനെയാ വരുന്നത് ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഒരു എർത്തഡ് മെറ്റൽ ഒരു ചാർജ്ഡ് പ്ലേറ്റ് ഉണ്ട് എ, അതിൽ പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്, അതിന്റെ പൊട്ടൻഷ്യൽ ആണ് വി. അതിന്റെ അടുത്ത് അതിന്റെ കപ്പാസിറ്റി ആണ് സി സമം ക്യൂ ബൈ ബി. ക്യൂ ബൈ ബി ആണ് കപ്പാസിറ്റി. അതിന്റെ അടുത്തേക്ക് ഒരു എർത്തഡ് കണ്ടക്ടർ ബി കൊണ്ടുവരുന്നു. എർത്തഡ് കണ്ടക്ടർ ബി കൊണ്ടുവരുന്നത് എങ്ങനെയാ? ആദ്യം ബി കൊണ്ടുവരും, എയുടെ അടുത്ത് കൊണ്ടുവരും ബി എയുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇൻഡക്ഷൻ വഴി അതിന് അകഭാഗം നെഗറ്റീവ് ചാർജ് ആവും, പുറഭാഗം പോസിറ്റീവ് ചാർജ് ആവും. ഇൻഡക്ഷൻ വഴി ബിയുടെ അകഭാഗം നെഗറ്റീവും എയോട് ചേർന്ന് വരുന്ന ഭാഗം നെഗറ്റീവും ബിയോട് ചേർന്ന് വരുന്ന ഭാഗം പോസിറ്റീവ് ആകും. ബിയെ നമ്മൾ എർത്ത് ചെയ്യും. ബിയെ എർത്ത് ചെയ്യുമ്പോൾ ആ പോസിറ്റീവ് ചാർജ് ഒക്കെ എർത്ത് ചെയ്യുന്ന ഇലക്ട്രോൺസ് കയറി വന്ന് ന്യൂട്രലൈസ് ചെയ്യും. അപ്പം ബിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇൻഡക്ഷൻ വഴി ബിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും ബിക്ക്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? എയുടെ കേസിൽ ഇൻഫിനിറ്റിന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എടുക്കണമെങ്കിൽ ഇതിന് എയും ബിയും ഉള്ള കേസിൽ ബിയിൽ നിന്ന് എയിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എടുത്താൽ മതി. എയുടെ കേസിൽ ഇൻഫിനിറ്റിന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എടുക്കണമെങ്കിൽ എയും ബിയും ഉള്ള കേസിൽ ബിയിൽ നിന്ന് എയിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എടുത്താൽ മതി. അപ്പൊ അവിടെ വർക്ക് കുറയും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് പൊട്ടൻഷ്യൽ കുറയും. പൊട്ടൻഷ്യൽ ഓഫ് ദ പ്ലേറ്റ് എ ഫോൾസ് ടു വി ഡാഷ്, പി ഡി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. പി ഡാഷ് ആയിട്ട് കുറയും, പി ഡി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പൊ പുതിയ കപ്പാസിറ്റി എന്ന് പറയുന്നത് സി ഡാഷ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ഡാഷ്. വി ഡാഷ് കുറവാണ് ബിയേക്കാളും, അതുകൊണ്ട് കപ്പാസിറ്റി സി ഡാഷ് സിയേക്കാളും കൂടുതലാണ്. പ്രസൻസ് ഓഫ് എർത്തഡ് കണ്ടക്ടർ ബി നിയർ ചാർജ്ഡ് കണ്ടക്ടർ എ increases capacitance of A, reducing potential of A. This is the principle of a capacitor.